ോട് ബഹുമാന പുരസ്സരം പറയാ, നിങ്ങളുടെ വൻകുടലും ചെറുകുടലും തകർക്കുന്ന മൃത്യുപാര്യമാണ് മദ്യം എന്ന് മറന്നുപോകാൻ പാടില്ല. അങ്ങനെ കിഡ്നിയും അവയവങ്ങളും ആന്തരിക അവയവങ്ങളും മുഴുവനും നശിപ്പിക്കുന്ന ഒരു മരണപാനീയമാണ് മദ്യം. അവിടെ നിർത്തുകയാണ്. മദ്യമില്ലാത്തൊരു ഗ്രാമമല്ലേ നമുക്ക് വേണ്ടത്? മദ്യമില്ലാത്തൊരു സാമ്രാജ്യമല്ലേ നമുക്ക് വേണ്ടത്? ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്ത് വരുമ്പോൾ മണിമൂളി എന്ന് പറയുന്ന സ്ഥലത്തിന് ഇപ്പുറത്ത് ഇതേ ഒരു വണ്ടിയിൽ കിടന്ന് അങ്ങനെ ഈ കേരളം മുഴുവനെ ചുറ്റി സഞ്ചരിച്ച് ഇവിടുത്തെ ചില സാമുദായിക സാംസ്കാരിക നേതാക്കന്മാർ വിളിച്ചു പറയുകയാണ്, മദ്യമില്ലാത്തൊരു സാമ്രാജ്യം ഞങ്ങൾക്കും ആവശ്യമാണ്. അപ്പൊ അവര് വിളിച്ചു പറയുന്നു, ഞങ്ങളെ പോലെയുള്ള ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ പലത് കഴിഞ്ഞു. പക്ഷെ ഒറ്റ കണ്ടീഷൻ വിളിച്ചു പറയാ, ഞങ്ങളുടെ ഈ പ്രസംഗത്തിന്റെ മുമ്പിൽ നിരവധി ആളുകൾ മദ്യം എന്ന് പറയുന്ന ഈ ലഹരി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നേക്കും അതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് എന്ന് മറന്നുപോകാൻ പാടില്ല. എന്റെ ബഹുമാനായ പ്രിയപ്പെട്ടവരെ, മദ്യമില്ലാത്തൊരു സാമ്രാജ്യം സ്വപ്നം കണ്ട ഒരാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കാം. ഇന്ന് ഭൂമിയിൽ ജീവനോടെയില്ല, പക്ഷെ മരിച്ച് മൺമറിഞ്ഞ് ഒരു സ്ഥലത്ത് താൻ അന്തി ഉറങ്ങുകയാണ്. മരണ ദിവസവും ജനന ദിവസവും കേരള ജനതയല്ല, മാത്രമല്ല ഭാരതത്തിലെ 100 കോടിയിലധികം വരുന്ന ജനങ്ങൾ മുഴുവനും ഒരുപോലെ കാണുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഉൾക്കടകമായ ആഗ്രഹം എന്താണ് എന്നറിയാമോ? ആഗ്രഹം മറ്റൊന്നുമല്ല, മറ്റുമില്ലാത്തൊരു സാമ്രാജ്യം ഞാൻ സ്വപ്നം കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾ പറയൂ, 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി 14-ാം തീയതി അർദ്ധരാത്രിയിൽ മൗണ്ടൻ പ്രഭു അവ തന്റെ ത്രിവർണ്ണ പതാക, ബ്രിട്ടീഷ് പതാക താഴ്ത്തിക്കെട്ടി നമ്മുടെ മുവർണ്ണ പതാക ഈ ശീതളക്കാറ്റിൽ പാറിപ്പറന്ന് ആ കാലഘട്ടത്തിന് നെഞ്ചും നെറ്റിയും കാട്ടിക്കൊടുത്ത മഹാത്മാവിന്റെ സ്വപ്നം ഈ നാട്ടിലെ ഒറ്റ പാർട്ടിക്കാർക്കും ഈ നാട്ടിലെ ഒറ്റ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ നാട്ടിലെ മറ്റൊരാൾക്കും ഇന്ന് വരെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്നും മലയാളി മംഗമാരാകുന്ന സഹോദരിമാർ തലയിൽ കൈവച്ചുകൊണ്ട് രാത്രിയാകുമ്പോൾ സൂര്യൻ അസ്തമിച്ചു പോകുമ്പോൾ വേദന കൊണ്ട് പിടയുന്ന സഹോദരിമാരുടെ, വേദന കൊണ്ട് പിടയുന്ന അമ്മമാരുടെ, ഭാര്യമാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. മഹാത്മാവിന്റെ സ്വപ്നയുടെ പൂവണില്ല. മദ്യമില്ലാത്തൊരു സാമ്രാജ്യ സ്വപ്നം കണ്ടു, സാധ്യമായില്ല. പക്ഷേ ഒരു സ്ഥലത്ത് നടന്നു കേട്ടോ. അതെവിടെയെന്ന് അറിയാമോ? ഗുജറാത്തിലെ പോർബന്തറിൽ മദ്യം നിർത്തി. അബ്കാരിയുടെ വരുമാനം നിന്നു. അവിടുത്തെ കള്ളുഷാപ്പ് അടച്ചുപൂട്ടി. അവിടുത്തെ ബുദ്ധിമാന്മാരായ ഹിന്ദിക്കാർ കണ്ടെത്തിയ ഉൽപ്പന്നമാണ് പാൻ മസാല ഉൽപ്പന്നങ്ങൾ. നമ്മുടെ നാട്ടിൽ 2 രൂപ മുടക്കിയാൽ 2 ലക്ഷം മുടക്കിയാലും മാറാത്ത ക്യാൻസർ വരുത്തുന്ന ഒരു തരം ഉൽപ്പന്നമുണ്ടല്ലോ, അതിന്റെ പേര് പാൻ മസാല. നമ്മുടെ നാട്ടിലേക്ക് വന്നു. അതുകൊണ്ട് സംഭവിച്ച കാര്യം, ചുണ്ടിലും പല്ലിലും നാക്കിനടിയിലും മോണയിലും ക്യാൻസർ വരികയാണ്. ഞാനൊരു യാഥാർത്ഥ്യം വിളിച്ചു പറയാം. 100 കിലോ പാൻ മസാല കൂട്ടിന്റെ അകത്ത് 10 കിലോ കുപ്പിച്ചില്ലും മാത്രമല്ല കഞ്ചാവിൽ വറുത്തെടുത്ത അടയ്ക്കായും എല്ലാം കൂടെ ചേർത്ത് 10 കിലോ കുപ്പിച്ചില്ലും ചേർത്ത് റാംബിയർ എന്ന് പറയുന്ന വിഷം ചേർത്ത് ഹൈൽ എന്ന് പറയുന്ന വിഷത്തിന്റെ കറ ചേർത്ത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നം നമ്മുടെ നാട് മുഴുവനും പോയി. 6 കാരനും 60 കാരനും അത് തിന്നാൻ തുടങ്ങി. വലങ്കൈ കൊണ്ട് മേടിച്ച് ഇടങ്കൈയിലേക്ക് ഇട്ടിട്ട് വലങ്കൈയുടെ തള്ളവരൽ കൊണ്ട് ഉരുളയാക്കി വലങ്കൈ കൊണ്ട് ചുണ്ട് വലിച്ചു പിടിച്ച് ഇടങ്കൈ കൊണ്ട് ചുണ്ട് വലിച്ചു പിടിച്ച് വലങ്കൈ കൊണ്ട് ചുണ്ടിന്റെ അകത്തേക്ക് വെച്ച് ചുണ്ടൊക്കെ ഒന്ന് തിരുമ്പി പോകുമ്പോൾ ഏതോ മാസ്മരിക ലഹരിയിലെത്തിയെന്ന ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് വിളിച്ചു പറയട്ടെ. അതുകൊണ്ട് സംഭവിക്കുന്നത് ക്യാൻസർ രോഗിയുടെ എണ്ണം ഇവിടെ പെരുകി. അവിടെ കൊണ്ട് തീർന്നോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ സമൂഹത്തെ മുഴുവനെന്നല്ല, നാടിന്റെ നാളത്തെ പ്രതീക്ഷയാകുന്ന യൗവനക്കാരെ മുഴുവനും മുച്ചോടെ മുടിച്ചു കളയുന്ന വിഷം, അതിന്റെ പരിണത ഫലം നമ്മുടെ നാട്ടിലെത്തി. പണം പിരിച്ചാടുന്ന പാപിനേക്കാൾ വിഷമുള്ള വല്ലാത്ത വിപത്തുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. അങ്ങനെ വന്ന കഞ്ചാവോ സിഗരറ്റോ വീഡിയോ ഒക്കെ നമുക്കിപ്പോ 2-ാം കിടയോ 3-ാം കിടയോ ആക്കി പുറംകാലം കൊണ്ട് മാറ്റി നിർത്താം. പക്ഷേ ഇതിനേക്കാൾ വീര്യം കൂടി MDMA എന്ന് പറയുന്ന വിഷം ഇവിടെ വന്നു. എന്നാ MDMA കണ്ടുപിടിച്ചത് 1912-ൽ. എവിടെയാണ് കണ്ടുപിടിച്ചത്? അങ്ങ് ജർമ്മനിയിൽ. അതെന്താണ് കണ്ടുപിടിക്കാൻ കാരണം? അങ്ങ് മെർക്കൈൻ എന്ന് പറയുന്ന ഫാർമസ്യൂട്ടിക്കലാണ് കണ്ടുപിടിച്ചത്. അതിന്റെ കാരണം, ഓപ്പറേഷൻ ചെയ്ത് ഒരാളെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇട്ട് കഴിഞ്ഞ് അങ്ങനെ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അങ്ങനെ വാർന്നു പോകുന്ന രക്തം കൂടുതലായി ഒഴുകിപ്പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെ വാർന്നു പോകുന്ന രക്തം തടഞ്ഞു നിർത്തുവാൻ വേണ്ടി 1912-ൽ മെർക്കൈൻ ഫാർമസ്യൂട്ടിക്കൽ കണ്ടുപിടിച്ച ഒരുതരം വിഷമാണ്, മരുന്നായിരുന്നു ഈ MDMA എന്ന് പറയുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വിഷമാണെന്ന്. അവരതിനെ നിർത്തൽ ചെയ്തു. അത് കാനഡയിലേക്ക് പോയി. അവിടുന്ന് ജപ്പാനിലേക്കും ജർമ്മനിയിലേക്കും സ്ഥലങ്ങൾ പരിശോധിച്ച് അങ്ങനെ മറ്റുള്ള വൈദേശിക രാജ്യങ്ങളിലൂടെ
കറങ്ങി കാലത്തിന്റെ കണക്ക് ചോദിക്കുവാൻ വേണ്ടി ഭാരതത്തിന്റെ നെറുകയിലേക്ക് അത് വന്നു.